എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇവനും ഈ പെൺകുട്ടിയും തമ്മിൽ നല്ലൊരു രീതിയിൽ ഫൈറ്റ് നടക്കുകയാണ്. അവളെ ഉപദ്രവിക്കുകയൊക്കെ ഇവൻ ചെയ്യുകയാണ്. ഇവൻ്റെ ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവൻ എല്ലാവരോടും ദേഷ്യത്തിലും ഒക്കെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ ഇവളടുത്തും നല്ല ദേഷ്യത്തിൽ പെരുമാറുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് അവന് പെട്ടെന്ന് വയ്യാതാവുന്നുണ്ട്. ഇവൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് നെഞ്ചിൻ്റെ വേദന വരെയും തല ഇറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇവളുടെ ബ്രദറിന് ഒരു ആക്സിഡൻറ്റും സംഭവിക്കുകയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഒരേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ്. ഡോക്ടർ പറയുന്നുണ്ട് ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്, ഇവനൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇവൻ്റെ ബ്രദറും മരിക്കുകയാണ്. ഇവൻ്റെ അല്ല, അവളുടെ ബ്രദറും മരിക്കുകയാണ്. അവളുടെ ബ്രദറിൻ്റെ ഹാർട്ട് ഇവന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആവാണ്. ഇവൻ വീണ്ടും പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് അവൻ റിയലൈസ് ചെയ്യുമ്പോൾ അവൻ എല്ലാവരോടും നല്ല സൗമ്യത്തിൽ തന്നെ സംസാരിക്കുകയാണ്. ഇവൻ മരിക്കുമെന്നൊരു കാര്യം ഉള്ളത് കൊണ്ടായിരുന്നു ഇവൻ എല്ലാവരോടും വളരെ ദേഷ്യത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവന് സ്വഭാവത്തിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൻ്റെ ഡോക്ടറും അവൻ്റെ അസിസ്റ്റൻറ്റും ഒക്കെ വളരെയധികം ഷോക്കാവുന്നുണ്ട് ഇവൻ്റെ ഈ പെരുമാറ്റത്തിൽ. ഈ ഒരു എപ്പിസോഡ് കൂടി അവൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചൊക്കെ വരികയാണ്. അങ്ങനെ നശിച്ചു പോകുമെന്ന് കരുതിയിരുന്ന ഇവൻ്റെ ജീവിതത്തിൽ ഇവനൊരു പുതിയ ലൈഫാണ് കിട്ടിയത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനോടുകൂടി. പക്ഷേ ആ പെൺകുട്ടിക്ക് അവൻ്റെ സഹോദരനാണ് നഷ്ടപ്പെടുന്നത്. ഇനി ഈ ഡ്രാമയുടെ സ്റ്റോറി ലൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഓരോ വീഡിയോസിലും കണ്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് 2 എപ്പിസോഡുകളാണ് കാണുന്നത്. ഈ എപ്പിസോഡ് ഫുള്ളും റിലീസായിട്ടുണ്ട്. കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ്. 2026 തന്നെ റിലീസായ ഡ്രാമയാണ്. പക്ഷേ ഇത് കംപ്ലീറ്റഡ് ആണ്. എങ്കിലും ഞാൻ ഫസ്റ്റ് 2 എപ്പിസോഡുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.